എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാമ്പത്തിക സാഹചര്യത്തിലൂടെയാണല്ലോ പോകുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഒന്ന് പിടിച്ചു നിർത്താം? ഇതിനൊരു കിടിലൻ ഉത്തരം തരുന്നത് വേറാരുമല്ല, സാക്ഷാൽ വാറൻ ബഫറ്റാണ്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റർ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: സമ്പന്നനാകാൻ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുന്നതങ്ങ് നിർത്തണം. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടങ്ങുമല്ലേ? നിങ്ങൾ എന്ത് വാങ്ങുന്നില്ല എന്നതിലാണ് സമ്പത്ത് നിർവചിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ നമ്മൾ എന്താ വിചാരിക്കാറ്? നല്ല സ്റ്റോക്ക് വാങ്ങണം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങണം, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നല്ലേ? പക്ഷെ ബഫറ്റ് പറയുന്നത് നേരെ തിരിച്ചാണ്. യഥാർത്ഥ സമ്പത്ത് വരുന്നത് നമ്മൾ എന്ത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ഏതൊക്കെ ചെലവുകൾ ഒഴിവാക്കുന്നു എന്നതിലാണ്. അതായത് നമ്മുടെ പൈസ പോകുന്ന ആ ഓട്ടയടക്കലിലാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മളൊരു സൈലന്റ് ക്രാഷിലൂടെയാണ് പോകുന്നത്. എന്താന്നല്ലേ, നമ്മളറിയാതെ തന്നെ നമ്മുടെ പൈസയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പണപ്പെരുപ്പം. ലോണിൻ്റെയൊക്കെ പലിശയാണെങ്കിലോ കൂടി വരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം ഒരു ഓട്ടയുള്ള ബക്കറ്റിലെ വെള്ളം പോലെ ചോർന്നു പോവുകയാണ്. ഈ ചോർച്ച ഒന്നും നിർത്തിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ എന്താണ് നമ്മുടെ പൈസ ചോർത്തുന്ന ഈ ഒന്നാമത്തെ വലിയ ഓട്ട? ഒരു പുതിയ കാർ. അതെ, ഒരു പുത്തൻ കാർ വാങ്ങുന്നത് ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മോശം സാമ്പത്തിക തീരുമാനങ്ങളിലൊന്നാണെന്നാണ് ബഫറ്റ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. നിങ്ങളൊരു പുതിയ കാർ വാങ്ങി ഷോറൂമിന്റെ ഗേറ്റ് കിടക്കുന്ന ആ ഒരു നിമിഷം അതിന്റെ വിലയുടെ ഏകദേശം 20% വരെ ടപ്പേന്ന് കുറഞ്ഞു. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അഥവാ വിലയിടിവ് എന്ന് പറയുന്നത്. അതായത് ലക്ഷങ്ങൾ മുടക്കിയ ഒരു സാധനത്തിന്റെ വില മിനിറ്റുകൾക്കുള്ളിൽ ഇടിയുന്നു. ഇനി ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിന് ലോൺ എടുത്ത് പലിശ അടയ്ക്കുന്നത് എന്തുമാത്രം മണ്ടത്തരമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. ഓരോ മാസവും നമ്മൾ അടയ്ക്കുന്ന ആ കാറിന്റെ EMI ഉണ്ടല്ലോ, അത് ശരിക്കും ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ഒന്നുകിൽ കാർ ഡീലറുടെ പോക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ആ പൈസ എടുത്ത് നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. തീരുമാനം നമ്മുടെ കയ്യിലാണ്. ഒരു ചെറിയ കണക്ക് നോക്കാം. അമേരിക്കയിലൊക്കെ ഒരു കാർ ലോണിന്റെ മാസടവ് ഏകദേശം $700 വരും. ഈ തുക ഒരു 20 വർഷത്തേക്ക് ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ത് കിട്ടുമായിരുന്നോന്നറിയാമോ? ഏതാണ്ട് $3 ലക്ഷം കൂടുതൽ, അതായത് 2.5 കോടി രൂപയിൽ കൂടുതൽ. ആലോചിച്ചു നോക്കൂ, ആ ഒരു പുത്തൻ കാറിന്റെ മണത്തിന് അത്രയും വിലയുണ്ടോ? ഇതിനു പകരം ഒരു നല്ല സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയാൽ പോരെ? മറ്റൊരാൾക്ക് വന്ന ആ വലിയ നഷ്ടം നമുക്ക് ലാഭമാക്കാം. അടുത്തത് രണ്ടാമത്തെ കാര്യം. ഇത് ചിലപ്പോൾ കുറച്ച് വിവാദമുണ്ടാക്കുന്ന ഒന്നായിരിക്കാം. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരുപാട് വലിയ വീട് വാങ്ങുന്നത്. വലിയ വീടുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അതൊരു വിജയത്തിന്റെ അടയാളമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ ബഫറ്റ് പറയുന്നത് ഇതൊരു തടവറയാണെന്നാണ്. വീട് ജീവിക്കാനുള്ള ഒരിടമാണ്, ഒരു മ്യൂസിയമല്ല. ഇതാണ് വാറൻ ബഫറ്റിന്റെ പോളിസി. അദ്ദേഹം 1988 വാങ്ങിയ അതേ വീട്ടിൽ തന്നെയാണിപ്പോഴും താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടും അദ്ദേഹം ഒരു കൊട്ടാരമൊന്നും വാങ്ങിയില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് വീടെന്നാൽ സമാധാനമായി ജീവിക്കാനുള്ള ഒരിടമാണ്, അല്ലാതെ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു മ്യൂസിയമല്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു വലിയ വീട് ഭയങ്കര വിജയമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ആ വലിയ വീടിന്റെ വലിയ ലോൺ നമ്മുടെ കഴുത്തിലെ ഒരു ഭാരമായി മാറിയാലോ? പിന്നെ നമുക്ക് വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മനസമാധാനം പോകും. അത് ശരിക്കും വിജയമാണോ, അതോ ഒരു സാമ്പത്തിക തടവറയാണോ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടാണ് ഇടത്തരം വരുമാനക്കാരിൽ പലരും സാമ്പത്തികമായി മുന്നോട്ടു പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത്? ഇതിനൊരു പ്രധാന കാരണമുണ്ട്. ചിലപ്പോൾ നമ്മളും അറിയാതെ ആ കെണിയിൽ വീണിട്ടുണ്ടാകാം. അതിന്റെ ഉത്തരമാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാറ്റസ് ടാക്സ്. എന്താണിത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം വില കൂടിയ ഡ്രസ്സും ബ്രാൻഡഡ് സാധനങ്ങളുമൊക്കെ വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ പണക്കാരനായി അഭിനയിച്ച് പാവപ്പെട്ടവനായി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത്. വില നിങ്ങൾ നൽകുന്നതാണ്, മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ബഫറ്റിന്റെ ഒരു ഫേമസ് കോട്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു ലക്ഷറി ബ്രാൻഡ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് വലിയൊരു വിലയാണ്. പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുന്ന യഥാർത്ഥ മൂല്യം അത്രയൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുമൊരു ഉപഭോക്താവായി മാറരുത്, നമ്മളൊരു നിക്ഷേപകനായി ചിന്തിക്കണം. ഒരു സത്യം പറയട്ടെ, നമ്മൾ ഈ വില കൂടിയ വാച്ചും ബാഗുമൊക്കെ വാങ്ങുന്നത് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സത്യത്തിൽ അവർക്ക് നമ്മളെപ്പറ്റി ഒരു ചിന്തയുമില്ല. അവരാ വാച്ചിലേക്ക് നോക്കി, ഹോ, ഇങ്ങനെയൊരെണ്ണം എനിക്കും വേണം എന്ന് മാത്രമേ ചിന്തിക്കൂ. അല്ലാതെ നിങ്ങളെയല്ല അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ലേബലിന്റെ പുറകെ പോയി പൈസ കളയണോ? ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ 2 പോയിന്റുകളിലേക്ക് കടക്കുകയാണ്. ഇവയെ നമുക്ക് നിശബ്ദ കൊലയാളികളെന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നത് നമ്മൾ അറിയുക പോലുമില്ല. ഏതൊക്കെയാണെന്നല്ലേ? സബ്സ്ക്രിപ്ഷനുകളും പിന്നെ ഊഹക്കച്ചവടവും. മാസം ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ. അതൊരു ചെറിയ പൈസയായിട്ടല്ലേ നമുക്ക് തോന്നൂ. പക്ഷേ ഇതുപോലത്തെ ഒരു 5-6 സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലോ
വർഷം അവസാനം നോക്കുമ്പോൾ വലിയൊരു തുകയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടാവുക. നമ്മളത് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോകും എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഈ കമ്പനികൾ ഈ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കണം. ഉപയോഗിക്കാത്ത വല്ലതും കണ്ടാൽ ഇന്നു തന്നെ അത് ക്യാൻസൽ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, ഇത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഊഹക്കച്ചവടം. അതായത് ക്രിപ്റ്റോ, മീം സ്റ്റോക്കുകൾ, ഇതിലൊക്കെ ആളുകൾ പൈസ ഇടുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം നോക്കിയിട്ടല്ല, പകരം ഞാനിത് വാങ്ങിയിട്ട് ഇതിലും വലിയൊരു വിലയ്ക്ക് വേറൊരാൾക്ക് മറിച്ചു വിൽക്കാം എന്നൊരു പ്രതീക്ഷയിലാണ്. ഇതിനെയാണ് ഗ്രേറ്റർ ഫൂൾ തിയറി എന്ന് പറയുന്നത്. അവസാനം വാങ്ങാൻ വേറെ ആരുമില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലിരുന്ന സാധനം കത്തിപ്പോകും. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ക്ഷമയില്ലാത്തവരുടെ കയ്യിൽ നിന്ന് ക്ഷമയുള്ളവരുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ ആ ക്ഷമയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടരുത്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും? സിമ്പിളാണ്. നമ്മുടെ പണം നഷ്ടപ്പെടുന്നത് നിൽക്കും. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ കൺട്രോള് തിരിച്ച് നമ്മുടെ കയ്യിൽ വരും. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പണം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാന്നല്ല അതിന്റെ അർത്ഥം, അല്ലേ? പകരം നമ്മൾ നമ്മുടെ ഭാവിക്കുള്ള നമുക്ക് വേണ്ടി പണം കൊടുക്കുകയാണ്. മനസ്സമാധാനം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥ ലക്ഷറി. ഒരു ഡിസൈനർ ബാഗ് വാങ്ങിയാൽ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. സമ്പന്നനാകാൻ നമ്മൾ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങൾ. 1. പുതിയ കാറിന്റെ വിലയിടിവ്. 2. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത വീട്. 3. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ. 4. ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ. 5. നമ്മുടെ പണം വെച്ചുള്ള ചൂതാട്ടം അല്ലെങ്കിൽ ഊഹക്കച്ചവടം. ഇനി നിങ്ങൾക്കുള്ളൊരു ചലഞ്ചാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഒരൊറ്റ കാര്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ വർഷം അത് വാങ്ങുന്നത് നിർത്തുമെന്ന് നിങ്ങൾ സ്വയം ഒരു ഉറപ്പ് കൊടുക്കുക. അതേതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. ഞാനിനി ഇത് വാങ്ങുന്നത് നിർത്തും എന്ന്. നിങ്ങൾ വിജയിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. ഇപ്പോൾ പണം ലാഭിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, ഈ പണം എവിടെ നിക്ഷേപിക്കും? അടുത്തൊരു 10 വർഷത്തേക്ക് വാങ്ങാൻ പറ്റിയ മൂല്യമുള്ള 2 ആസ്തികളെക്കുറിച്ച് ബഫറ്റ് പറയുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നൊന്നും ആയിരിക്കില്ല. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടിയൊന്ന് ഓൺ ചെയ്തു വെക്കുക. അടുത്ത എപ്പിസോഡിൽ ആ രഹസ്യം നമുക്ക് പൊളിക്കാം.